ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. PCTA കോട്ടയം ജില്ലാ കമ്മിറ്റി നടത്തുന്ന ഉണർവിൻ്റെ 11ാമത്തെ സെഷൻ, പ്രത്യേകിച്ച് 2026 പുതുവർഷത്തിലെ ആദ്യത്തെ സെഷൻ. നമുക്കെല്ലാവർക്കും അറിയാം, വെൽനസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഗിഫ്റ്റിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ചോദ്യചിഹ്നമാണ്. ഈ പറയുന്ന പാർട്ടിനെ പലപ്പോഴും നമ്മൾ അവഗണിക്കുകയാണ് പൊതുവെ ചെയ്യുന്നത്. അപ്പോൾ ഈ വെൽനസ്സിനെ എങ്ങനെ നമ്മളുടെ 2026 ഈ പുതിയ യാത്രയിൽ ചേർത്ത് നിർത്താം എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. ഇന്ന് നമുക്ക് വേണ്ടി ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് സീന ഷിനോജാണ്. കോഴിക്കോട് PCTA ജില്ലാ അംഗമാണ്, ഒരു ടീച്ചറാണ്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റാണ്. പ്രത്യേകിച്ച് സ്റ്റുഡൻറ് പേരൻറ് ടീച്ചർ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്ന, ക്ലാസ്സുകൾ കൊടുക്കുന്ന, ഒത്തിരി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, എംപവർ ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഈ വെൽനസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എങ്ങനെ നമ്മളെ കൂടുതൽ വെൽനസ്സിലേക്ക് അടുപ്പിക്കാം എന്ന് ഈ വിഷയം നമ്മളോട് സംസാരിക്കാൻ സീന ഷിനോജ് എത്തിയിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരെയും വ്യക്തിപരമായി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കോട്ടയം PCTA പ്രസിഡന്റ് ബാബു തോമസ് സാർ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് ജില്ലകളിലെ PCTA മെമ്പേഴ്സ്, ഭാരവാഹികൾ, ഇവരെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവരെയും വളരെ ഔദ്യോഗികമായി വെൽക്കം ചെയ്യുകയാണ്. അതോടൊപ്പം സീനയും. സോ സീന സിനാജ്, യു ആർ വെൽക്കം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. ആദ്യം തന്നെ ഇങ്ങനൊരു അവസരം എനിക്ക് ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. അതോടൊപ്പം അത് മനോഹർ സാർ വഴിയാണ് എനിക്ക് ലഭിച്ചത്. അതിന് ആദ്യം തന്നെ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. കൂടാതെ ഇങ്ങനെയൊരു പ്രോഗ്രാമിലേക്ക് ഇതിൻ്റെ ഭാരവാഹികളോടൊക്കെ തുടക്കത്തിൽ തന്നെ നന്ദി പറയാണ്. കാരണം തുടക്കത്തിലെ നന്ദിയിലൂടെ അങ്ങോട്ട് പോവുകയാണ്. കാരണം അത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി, ഞാനിങ്ങനെ തുടങ്ങി വരുന്ന ഒരാളാണ്. അപ്പോൾ ഇത്തരം വേദികളിലൂടെ നമ്മൾ എത്തുമ്പോഴാണ് നമുക്ക് വളരാനുള്ള സാധ്യതകൾ ഉണ്ടാവുക എന്നത് തീർത്തും ഉറപ്പിച്ച് പറയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ ഞാനൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ കരുതുന്നു. അതോടൊപ്പം ഇന്നത്തെ ക്ലാസ്സിലേക്ക് എത്തിയ എല്ലാവർക്കും എൻ്റെ സന്തോഷവും സ്നേഹവും അറിയിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമുക്ക് ഇത്തിരി ചെറിയ ചെറിയ കാര്യങ്ങളുമായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എല്ലാവർക്കും സുഖല്ലേ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? 2026 സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും. ഹാപ്പി ന്യൂ ഇയർ അത് വിട്ടുപോയി, അതാണ് ആദ്യം പറയേണ്ടത്. നമ്മൾ നല്ലൊരു പുതുവത്സരത്തിൽ നിൽക്കുകയാണ്. എല്ലാവർക്കും ഈ വർഷം നല്ല സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നല്ല വർഷമായിരിക്കട്ടെ. എല്ലാവരും ഹാപ്പിയാണ് അല്ലേ? ഓഫ് കോഴ്സ്, വെരി ഹാപ്പി. താങ്ക് യു. അത് കേട്ടാ മതി സാർ. നമ്മൾ ഹാപ്പി ആവുക, മുന്നോട്ട് പോവുക, അങ്ങനെ ഉഷാറായിട്ട് പോവുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? വെൽനസ് ട്രയാങ്കിൾ. ഈ വെൽനസ് ട്രയാങ്കിൾ എന്ന് കേൾക്കുമ്പോൾ ഈ വർഷം 2026 തന്നെ നമ്മളിത് കേട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? കാരണം നമ്മുടെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഒരു പ്രോഗ്രാം, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഓർമ്മ ഉണ്ടോ? അതായത് ആ പ്രോഗ്രാമിന്റെ പേര് ഇത്രയേ ഉള്ളൂ: ആരോഗ്യം, ആനന്ദം, വെൽനസ്, വെബ് വെൽനസ്. അതാണ് ആ പ്രോഗ്രാം. അപ്പോൾ ആ ഒരു തീം, അതായത് അതിന്റെ ആ പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ഇനാഗുറേഷൻ നടന്നത്. അത് ലൈവായിട്ട് ഈ 1 ഇയറിലെ ഒരു പ്രൊജക്ട് എന്ന ക്യാമ്പയിൻ ആയിട്ടാണ് ആരോഗ്യ മേഖലയിൽ അത് സംഘടിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ വെൽനസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ വെൽനസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലേ? അപ്പോൾ വെൽനസ് എന്നുള്ള ആ മേഖലയിൽ അതിന്റെ അന്ന് അധ്യക്ഷത വഹിച്ചത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആയിരുന്നു. അപ്പോൾ അവിടെ ഉടനീളം നമ്മുടെ ആരോഗ്യ മേഖലയിലുള്ള എന്തൊക്കെ നമുക്ക് മുന്നോട്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ജനങ്ങളുടെയും ആരോഗ്യത്തിന്റെ ആ ബോധവൽക്കരണവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് ക്യാമ്പയിനാണ് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അവിടെ ഞാൻ നോട്ട് ചെയ്യുന്നത് നമ്മുടെ വെൽനെസ് എന്നുള്ളതിനെ കുറിച്ചാണ്. ഈ വെൽനെസ് എന്നത് എന്താണ് അതിന്റെ മീനിങ് ശരിക്ക്? വെൽനെസ് സുഖമുള്ള എന്താണ്? അവസ്ഥ അല്ലെ? സുഖമുള്ള അവസ്ഥ. യെസ്. അതായത് നമ്മളിപ്പോ സാധാരണ ആരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇപ്പൊ ഒരാളോട് ഞാൻ ചോദിക്കുക, ഇപ്പൊ ഞാൻ വിജയ് സാറിനോട് ചോദിക്കുക, സാർ ഇപ്പൊ ഹെൽത്തി ആണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, അസുഖമൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ എന്ത് പറയും? ഓക്കെ അല്ലേ, ആരോഗ്യം ഉണ്ട് എന്ന് പറയും. കുഴപ്പമൊന്നുമില്ലെന്ന് പറയും അല്ലേ? കുഴപ്പമൊന്നുമില്ല. അതാണ് എല്ലാവർക്കും ഏറ്റവും അൺമ്യൂട്ട് ചെയ്ത് പറയാൻ കേട്ടോ, എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്ത് നമുക്കൊരു ഇന്ററാക്ഷൻ പോലെ. അതായത് പലപ്പോഴും മലയാളികൾ, പ്രത്യേകിച്ച് മലയാളികളോട് ചോദിക്കുമ്പോൾ വേഗം എത്ര സുഖമാണെങ്കിലും പലപ്പോഴും കുഴപ്പമില്ല എന്നുള്ള വേർഡാ കേൾക്കുക അല്ലേ? പക്ഷെ നമ്മൾ എന്താണെങ്കിലും അസുഖമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു വേർഡാണ് യൂസ് ചെയ്യുക. ഈ ആരോഗ്യം അല്ലെങ്കിൽ വെൽനെസ് ആരോഗ്യം എന്ന് പറയുമ്പോൾ അവിടെ വെറും രോഗമില്ലാത്ത അവസ്ഥ എന്നാണ് ജനറലി നമുക്ക് തോന്നുന്നത്. പക്ഷെ എന്നാൽ ആരോഗ്യം എന്ന് പറയുമ്പോൾ അല്ലെ വെൽനെസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറും ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, അതോടൊപ്പം തന്നെ നമുക്കിപ്പോ ഫിസിക്കൽ ഫിറ്റ്നസ്, ഇപ്പൊ ഞാൻ ഓക്കെ, എനിക്ക് എന്താണ് ഇപ്പൊ ആരോഗ്യപരമായിട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കാം. എന്നാൽ അതേ സമയം എനിക്കിപ്പോ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി, ഇപ്പൊ സംബന്ധിച്ചാണെങ്കിൽ ഇന്നത്തെ കേസ് പറയാണ്, ഇപ്പൊ മോള് ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്, മോളെ വാർഡൻ മെൻറ്റർ വിളിച്ചു, എന്നോട് പറഞ്ഞു മോൾക്ക് സുഖമില്ലാന്ന്. അതാണ് ഞാൻ ഒരു 5-10 മിനിറ്റ് ഞാൻ ഒന്ന് ഇങ്ങനെ കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടാണ് കയറി. 6:50 സാറ് പറഞ്ഞിട്ട് ഞാൻ 7 മണിക്കാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ആ 10 മിനിറ്റ് ഞാൻ ഇമോഷണലി എന്താണ് ഒരു വിഷമായി, കാരണം മോക്ക് സുഖമില്ല എന്ന് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നല്ലോ. അപ്പൊ ഞാൻ ഫിസിക്കലി ഹെൽത്ത് ഉണ്ടെങ്കിൽ പോലും അത് എന്റെ മനസ്സിന് എന്തായി, വലിയൊരു വിഷമായി. അപ്പൊ ഞാൻ പിന്നെ ഹസ്ബൻഡിനെ അറേഞ്ച് ചെയ്ത് ഇനി മോളെ കൂട്ടണം, പോയിട്ട് അങ്ങനെയൊക്കെയുള്ള രീതിയിലേക്കായി നമ്മുടെ ചിന്തകൾ. അപ്പൊ അതാണ് പറഞ്ഞത്, അപ്പൊ എന്റെ ഇമോഷൻസിനെ അത് എഫക്ട് ചെയ്ത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഇമോഷണലി നമ്മൾ ഹെൽത്തി അല്ലെങ്കിൽ ആ സമയം എന്താണ് ഇമോഷണലി നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ വരുമ്പോൾ അതും നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ ഹെൽത്തും. നമുക്ക് മനുഷ്യന് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല ശരിക്ക്. അപ്പൊ ഈ മൂന്നും കൂടെ ഉള്ള ഒരു അവസ്ഥ, അതായത് മൂന്നും സുഖകരമാകുമ്പോഴാണ്, അതായത് നമുക്ക് ശരിക്കും ശാരീരികവും മാനസികവും സാമൂഹ്യവുമായ സുസ്ഥിതി എന്നാണ് ശരിക്ക് ആരോഗ്യം അല്ലെങ്കിൽ വെൽനെസ് എന്ന ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ 3 വശങ്ങളും വേണമല്ലോ. ഏതൊക്കെ സംഗതികൾ വേണം നമുക്ക്? മെന്റലി നമ്മളിലെ, അതുപോലെ തന്നെ ഫിസിക്കലി ആൻഡ് സോഷ്യലി ഹെൽത്ത് ആയിരിക്കണം. ഈ 3നെയും കൂടിയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്ന വെൽനെസ് ട്രയാങ്കിൾ എന്നത്. ഓക്കെ, ക്ലിയർ ആണോ വെൽനെസ് ട്രയാങ്കിള്? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. സ്ലൈഡ്. അപ്പൊ ഇവിടെ ആരോഗ്യം എന്നാൽ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ആരോഗ്യം എന്നാൽ എന്താണ്? വെറും രോഗമില്ലാത്ത അവസ്ഥയല്ല, അത് ശാരീരികവും മാനസികവും സാമൂഹികവുമായ സുസ്ഥിതിയാണ്. ഈ 3 വശങ്ങളെയും ബന്ധിപ്പിക്കുന്നതാണ് വെൽനെസ് ട്രയാങ്കിൾ. ഇതിൽ ഏതെങ്കിലും ഒരു വശത്തിന് ബാലൻസ് തെറ്റിയാൽ അത് നമ്മുടെ മൊത്തം ആരോഗ്യത്തെ ബാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ ഏറ്റവും പ്രധാന, അതിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യമാണ്, ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഈ ഒരു ട്രയാങ്കിൾ ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലേക്ക് ആക്കിയതാണ്. ആ ട്രയാങ്കിൾ ഷേപ്പില് ഒന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ഏതാണ്? ശാരീരിക ആരോഗ്യമാണ്, ഫിസിക്കൽ ഹെൽത്ത് ആണ്. ഫിസിക്കൽ ഹെൽത്ത് ആവുമ്പോൾ ക്ലിയർ അല്ലേ? കാണുന്നുണ്ടല്ലോ അല്ലേ സ്ലൈഡ്? കാണാം. ഓക്കെ. ത്രികോണത്തിന്റെ ഏറ്റവും ബേസിക് അടിത്തറ എന്ന് പറയുന്നത് ഫിസിക്കൽ ഹെൽത്ത് ആണ്. നമ്മുടെ ശരീരം കൃത്യമായി പ്രവർത്തിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? ഒന്നാമത്തത് ഇതാ, ഈ ഫുഡ് കണ്ടില്ലേ നമ്മള്? ഈ ഫുഡ് നമുക്ക് ഹെൽത്തി ആണോ? ബർഗർ അല്ലെ, ഇപ്പോഴത്തെ ഏറ്റവും സിസ്റ്റ് ആയിട്ടുള്ള എല്ലാവരും അല്ലെ, എന്താണ് ട്രെൻഡി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ് ആ പ്ലേറ്റിൽ കാണുന്നത്. അപ്പൊ ശരിക്ക് എന്താണ് ഇത്തരം ജങ്ക് ഫുഡുകൾ നമുക്ക് പലപ്പോഴും അല്ലെ ഫാസ്റ്റ് ഫുഡുകൾക്ക് നേരെ ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്, മലയാളികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അല്ലെ. ഭക്ഷണം, ഫുഡ് എന്ന് പറയുമ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന്
പോഷകാഹാരം കഴിക്കേണ്ടത്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തണം. ഇന്ന് നമ്മൾക്ക് എല്ലാവർക്കും കാണാം, നമ്മൾ ഇന്നിപ്പോഴും ടൗണിലും അവിടെ ഒക്കെ ഇങ്ങനെ പോയി വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? പല റെസ്റ്റോറൻറ്റുകളും എന്നും തിരക്കാണ്. ആ റെസ്റ്റോറൻറ്റിലുള്ള ആ തിരക്കുകൾ കൊണ്ട് നമുക്ക് എന്താണ്, അല്ലെ, നമ്മൾ കാണുന്ന സ്ഥിരം കാഴ്ചകളാണ്. ഇത് പലപ്പോഴും എന്താണ്, നമ്മുടെ ആരോഗ്യത്തിന് വളരെ ദോഷകരമാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തത് ഭക്ഷണത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് വേണ്ടത്? സ്ലീപ്പ്, അല്ലെ, ഉറക്കം. സോറി, ഒരു മിനിറ്റ്, സ്ലൈഡ് മുന്നോട്ട് പോവാണോ? ഒരു മിനിറ്റ് സാർ. ആരോ പ്രസ് ചെയ്താൽ മതി, ലെഫ്റ്റ് ആരോ. ലെഫ്റ്റ് ആരോ എവിടെയാണ്? അവിടെയല്ല, കീബോർഡിലെ ലെഫ്റ്റ് ആരോ. യെസ് യെസ്. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ക്ലിയർ ആണോ? കാണുന്നുണ്ടോ? ഇനി ഒന്ന് വലുതാക്കിക്കോളൂ, മറ്റേ സ്ലൈഡ് ഷോയിൽ. സ്ലൈഡ് ഷോ ഇല്ല. ഫ്രം കറണ്ട്, രണ്ടാമത്തെ ഫ്രം കറണ്ട്. അവിടെയല്ല, രണ്ടാമത്തെ. ഓക്കെ, താങ്ക് യു ഓക്കെ. സാർ. സെക്കൻഡ്, നമുക്ക് രണ്ടാമത്തെ പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ടത് എക്സസൈസ് ആണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും ചലനാത്മകമായിരിക്കണം. അതായത് എക്സസൈസ് ചെയ്യണം. ഇത് ഹൃദയാരോഗ്യത്തിനും ഊർജ്ജസ്വലതയ്ക്കും ഏറ്റവും അത്യാവശ്യമാണ്. അത് തന്നെ നമ്മളിപ്പോൾ ഒരു കുട്ടികളോട് പറയാണ്, ഇപ്പോൾ കൗൺസിലിങ്ങിന് അങ്ങനെയൊക്കെ വരുന്ന മക്കളോട് നമ്മൾ മോനെ എക്സസൈസ് ചെയ്യണം, ചിലപ്പോൾ പൊണ്ണത്തടിയോ കാര്യങ്ങളോ ഉണ്ടാവും, പക്ഷെ അവരോട് പറയാണ് നീ നിർബന്ധിച്ച് നടക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യില്ല. അപ്പൊ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ, ചില കുട്ടികൾക്ക് എന്താണ്, ഇപ്പോൾ പാട്ട് കേട്ട് ഡാൻസ് ചെയ്യാനായിരിക്കും താല്പര്യം ഉണ്ടാവുക, എന്നാൽ ചില കുട്ടികൾക്ക് എന്തായിരിക്കും, നടക്കാനായിരിക്കും, അല്ലെ വേറെ എന്തെ കളികളായിരിക്കും. അങ്ങനെ നമ്മൾ ജിമ്മിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. നമ്മുടെ ഹെൽത്തി ആവാൻ, നമ്മളെ മോട്ടോർ എന്താണ്, നമ്മളെ എല്ലാം ഒന്ന് ചലനാത്മകമാകാൻ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസിൽ നമ്മൾ ഡെയിലി ഫോക്കസ് ചെയ്യേണ്ടതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് ഫിസിക്കൽ ആരോഗ്യത്തിലേക്ക് എത്താം. രണ്ടാമത്തെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ് എക്സസൈസ്. ഇനി മൂന്നാമത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉറക്കമാണ്. നമ്മുടെ ഏറ്റവും ശരീരം, ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ചാർജ് തീരുമ്പോൾ നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാർജ് ചെയ്യാൻ വളരെ കോൺഷ്യസ് ആണ് നമുക്ക്. പക്ഷെ അതേ സമയം നമ്മുടെ ബോഡിയുടെ കാര്യത്തിൽ നമ്മൾ അത്ര ശ്രദ്ധിക്കുന്നുണ്ടോ? പലപ്പോഴും പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്താണ്, ഉറക്കൊഴിഞ്ഞിട്ട്, അല്ലേ? അതായത് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ സമയത്തിന് ഉറങ്ങാനോ അതുപോലെ തന്നെ എത്ര മണിക്കൂർ ഉറങ്ങണമെന്നോ ഇന്ന് ചിന്തിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ ഉറക്കത്തിന്റെ കാര്യത്തിൽ വളരെ ഡിസോർഡർ ആയിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവര് എങ്ങനെയാണ് ലേറ്റ് ആയിട്ട് കിടക്കുക, അതുപോലെ തന്നെ മോർണിംഗ് ലേറ്റ് ആയിട്ട് എഴുന്നേൽക്കുക, ഇത്തരം ശീലങ്ങളാണ് അവരിൽ ഉണ്ടാവുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിന് എപ്പോഴും നമുക്ക് റെസ്റ്റ് ആവശ്യമുണ്ട്. നമ്മുടെ ശരീരത്തിന് പുനരുജ്ജീവനത്തിന് 7-8 മണിക്കൂർ നമ്മൾ നിർബന്ധമായിട്ട് ഉറങ്ങേണ്ടതുണ്ട്. അപ്പൊ അത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. ഇനി മറ്റൊന്ന് നമുക്ക് വേണ്ടത് ഹൈഡ്രേഷനാണ്, ജലാംശം. നമ്മുടെ ശരീരത്തിന് ദഹിക്കാനും, അല്ലെ, എല്ലാ പ്രവർത്തനങ്ങൾക്കും നമുക്ക് ധാരാളം വെള്ളം കുടിക്കണം, അല്ലെ? കോവിഡ് കാലത്തൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്, വെള്ളം കുടിക്കും തോറും നമുക്ക് എന്താണ്, ബോഡിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് നമുക്ക് വെള്ളം കുടിക്കുന്നതിലൂടെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യം വെള്ളം കുടിക്കാൻ മറന്നു പോകുന്ന, അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നിസ്സാരമാണെന്നല്ലേ. പക്ഷെ ഇന്നത്തെ കുട്ടികളോട് അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ, ചിലപ്പോൾ വീട്ടമ്മമാരെ കേസിലൊക്കെ ഒരുപാട് സംഭവിക്കാറുണ്ട്. അവർ പലപ്പോഴും അവരുടെ ജോലി തിരക്ക് കാരണം മറ്റുള്ളവരെ എന്താണ് കഴിപ്പിക്കാനുള്ള ഒരു ആവേശം, പക്ഷെ അതേസമയം സ്വന്തം അവരുടെ ബോഡി നോക്കാനോ വെള്ളം കുടിക്കാനോ പോലെ മറന്നു പോകുന്ന ഒരുപാട് അമ്മമാര് നമ്മളത് ഇടയിലുണ്ട്, അല്ലെ? അമ്മമാര് മാത്രമല്ല കേട്ടോ, അച്ഛന്മാർ, അതായത് എത്രയോ ആളുകളുണ്ട്, ചിലപ്പോൾ വർക്കിന്റെ തിരക്ക് കാരണമായിരിക്കും, സ്ട്രെസ് കാരണമൊക്കെ. പക്ഷെ കൃത്യമായ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കേണ്ടതുണ്ട്. ഇത്ര ഒരു അളവിൽ നമ്മൾ കൃത്യമായിട്ട് വെള്ളം കുടിക്കണം. ഇനി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡയജഷൻ, അല്ലെ, ദഹനം. നാരുകളുള്ള ഭക്ഷണം
കഴിക്കുന്നത്, കൃത്യസമയത്ത് ആഹാരം കഴിക്കുന്നത് നമ്മുടെ ഡൈജഷനെ മെച്ചപ്പെടുത്തും. നമ്മുടെ ഫുഡിന്റെ ഡൈജഷൻ കൃത്യമാകണമെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ നല്ല നാരുകളുള്ള ഭക്ഷണം കഴിക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതോടൊപ്പം തന്നെ ഫിസിക്കൽ ഹെൽത്തിന് വേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം? നോ ആൽക്കഹോൾ യൂസ്. അല്ലെ, മദ്യപാനം ശാരീരിക അവയവങ്ങളെ നശിപ്പിക്കുകയും അകാല മരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ മദ്യപാനം മാത്രമല്ല, ഡ്രഗ്സ് അങ്ങനെയുള്ള പല കാര്യങ്ങളും ആളുകൾ ഉപയോഗിക്കുന്നത് കാണാം. ഇത് പലപ്പോഴും ആളുകളെ അഡിക്റ്റ് ആക്കുകയും പലപ്പോഴും പിന്നീട് ഉറക്കം നഷ്ടപ്പെടുക, അല്ലെ മറ്റുള്ള പല തരത്തിലുള്ള അസുഖങ്ങളിലേക്ക്, അല്ലെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിലേക്ക് അത് പോവാറുണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ അടുത്തത് നമ്മൾ സെൽഫ് കെയർ ആണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടതാണ് വ്യക്തി ശുചിത്വം. അല്ലെ, ഏറ്റവും പ്രധാനമാണ് സെൽഫ് കെയർ. അത് ഞാൻ മനസ്സിലാക്കുന്നത് പഴയ ആളുകളെക്കാൾ ഇപ്പോഴുള്ള ന്യൂ ജനറേഷൻ മക്കൾ, അതായത് അവരെ എടുത്ത് പറയുന്നതാണ്, ഇപ്പോഴുള്ള തലമുറകളിൽ കുറച്ചുകൂടെ അവർ സെൽഫ് കെയറിന് ശ്രദ്ധിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്ക് കാണാൻ കഴിയാറുണ്ട്. അതായത് നമ്മൾ സ്റ്റുഡൻ്റായിട്ട് ബന്ധപ്പെട്ട്. കാരണം അപ്പോഴും ഞാൻ തന്നെ എൻ്റെ പേഴ്സണലി ഞാൻ മോളൊക്കെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്തിനാ ഇത്ര ഇങ്ങനെ ഓവർ കെയർ പോലെ നമുക്ക് തോന്നും. അപ്പോഴാണ് മോൾ പറയുന്നത്, നമ്മെ ഇതെന്തിനു വേണ്ടിയിട്ടല്ല, ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടല്ല, പകരം നമ്മൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് നമ്മുടെ സ്കിന്ന്. അപ്പൊ ആ സ്കിൻ കെയർ ചെയ്താൽ തന്നെ എത്രയോ അഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പൊ അവരൊക്കെ അങ്ങനെ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുകയും പറയുകയും അങ്ങനെ മനസ്സിലാക്കുന്ന കുട്ടികളുണ്ട്. അല്ലെ, ഇന്ന് പല കുട്ടികളും ഷുഗർ കട്ട് ചെയ്ത് അങ്ങനെയുള്ള എത്രയോ ഇപ്പൊ 18-20 വയസ്സായ ആൺകുട്ടികളെ പെൺകുട്ടികളൊക്കെ എനിക്ക് അറിയാവുന്ന മക്കളുണ്ട്. അപ്പൊ ഞാൻ ചിന്തിക്കും, അയ്യോ എൻ്റെ ആ ഒരു സമയത്ത് ഞാൻ അതത്ര ചിന്തിച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെ ചിന്തിക്കുന്ന തലമുറകളും ഉണ്ട്. നമ്മളിപ്പോ ഒരുപാട് പല എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴും പക്ഷെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് ചിന്തിക്കുന്ന ഒരു തലമുറയുണ്ട്. അപ്പൊ അവരുടെ സെൽഫ് കെയറിനൊക്കെ അവർ കൂടുതൽ സമയം കണ്ടെത്തുന്നതും, അത് ഓവർ ആവാൻ പാടില്ല, പക്ഷെ ഒരു മിതമായ രീതിയിൽ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിസിക്കൽ ഹെൽത്തിൽ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഓക്കെ ആയോ? ഇല്ല. നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു സൈഡ് മാത്രമേ നമ്മളായിട്ടുള്ളൂ. ഇനി അടുത്തത് നമ്മൾ രണ്ടാമത്തെ സൈഡാണ് മെന്റൽ ഹെൽത്ത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും ഫിസിക്കൽ ഹെൽത്തിലേക്ക് ഓടുമ്പോൾ, പക്ഷെ ഇപ്പോഴ് കുറച്ചുകൂടെ മെന്റൽ ഹെൽത്തിന്റെ ഇമ്പോർട്ടൻസും അതിനെക്കുറിച്ചുള്ള ഒരുപാട് അവയർനെസ്സും പൊതുജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അത് നമ്മളെപ്പോലുള്ള ഒരുപാട് ആളുകൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുൻകൈ എടുക്കുന്നുണ്ട്, അല്ലെ, പലപ്പോഴും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു, അവിടെയാണ് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ സ്വാധീനിക്കുന്നത്. അല്ലെ, പലപ്പോഴും നമ്മൾ മെന്റൽ ഹെൽത്ത് എങ്ങനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒന്നാമത്തത് ഇമോഷൻസ് ആണ്. ഇപ്പൊ നമ്മളെ മനുഷ്യരാണ്, ഓക്കെ. അപ്പൊ നമുക്ക് പലതരം ഇമോഷൻസ് ഉണ്ടാവും, അല്ലെ. ചിലപ്പോൾ ദേഷ്യം ഉണ്ടാവാം, മനുഷ്യരല്ലേ, ദേഷ്യം ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ ദേഷ്യം വരുമ്പോൾ നമുക്ക് ആ ദേഷ്യത്തെ തിരിച്ചറിയാനും നമുക്ക് കഴിയണം, അല്ലെ. അതെന്തുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു, അതിനെ തിരിച്ചറിഞ്ഞ് അതിനൊരു സൊല്യൂഷനിലേക്ക് എത്തുകയും അതിനെ നമ്മൾ ആ ദേഷ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അതിനെ പോസിറ്റീവായിട്ട് ഏത് വികാരങ്ങളെയും തിരിച്ചറിയുകയും അവയെ പോസിറ്റീവായി പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതാണ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത്, നമ്മൾ മെന്റൽ ഹെൽത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മെന്റൽ ഹെൽത്ത് ഇല്ലാതാക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് സ്ട്രെസ്. ഇന്ന് നമ്മൾ ചെറിയ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയും, അയ്യോ സ്ട്രെസ്സാണ്. ഇപ്പൊ ഒരു പഠിക്കുന്ന LKG സ്റ്റുഡൻറ്റിനെ പോലും ചോദിച്ചാൽ അവർ പറയും, അയ്യോ എനിക്ക് സ്ട്രെസ്സാണ്, നാളത്തേക്ക് ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ഇങ്ങനെ പല കാര്യങ്ങൾ അവർക്ക് എടുത്തു പറയാനുണ്ടാവും. ഇതുപോലെ തന്നെയാണ് എല്ലാവരും കുഞ്ഞുനാൾ മുതലേ എപ്പോഴും ആളുകളിൽ പല രീതിയിലുള്ള സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ജോലിയിലോ പഠനത്തിലോ അങ്ങനെയുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് ചെയ്യുക? നല്ല തരത്തിലുള്ള ബ്രീത്തിങ് എക്സസൈസുകളോ മറ്റുള്ള കളികളിലോ വിനോദങ്ങളിൽ നമുക്ക് കണ്ടെത്തി അങ്ങനെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനുള്ള മെത്തേഡുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇനി അതോടൊപ്പം തന്നെ മൂന്നാമത്തത് മൈൻഡ്ഫുൾ. അതായത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് നമ്മൾ പൂർണ്ണമായിട്ട്
അതിൽ ശ്രദ്ധിക്കുക, ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ നൽകുക. ഇത് പലപ്പോഴും ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസൈറ്റി പരമാവധി നമുക്ക് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ മറ്റൊന്ന് നമ്മൾ ചെയ്യേണ്ടത് ലേണിംഗ് ആണ്, പഠനമാണ്. അതായത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ എത്ര ഏജ് ആയാലും, എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്, എൻ്റെ അല്ല, വേറെ, ഞാൻ സാറിൻ്റെ ഒരു ഇതിൽ ചേർന്നതാണ്. അതിൽ ഒരുപാട് ഏജ് ഒക്കെ ആയ ആളുകളാണ്. പക്ഷെ അവരൊക്കെ നല്ല ഹാപ്പിയിൽ എന്നും പുതിയ പുതിയ ടോപ്പിക് ഡിസ്കഷന് കാര്യങ്ങൾ, ഒരു 10 മിനിറ്റ് ഡെയിലി ഉണ്ടാവുക. പക്ഷെ എനിക്ക് അതിൽ കയറുമ്പോൾ ഞാൻ നല്ല എന്താണ്, ഒരു വല്ലാത്തൊരു വൈബാണ് അവിടുന്ന് കിട്ടുന്നത് സത്യത്തിൽ. അപ്പൊ അതാണ് അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്താണ്, എത്ര കാലം കഴിഞ്ഞാലും ഈ പഠനത്തെ സ്റ്റോപ്പ് ചെയ്യരുത്. ഈ പഠനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ബ്രെയിനിനെ എപ്പോഴും ആക്റ്റീവായിട്ട് നിലനിർത്താൻ സഹായിക്കും. അൽഷിമേഴ്സ് പോലുള്ള അങ്ങനെയുള്ള പ്രായമാകുമ്പോഴുള്ള പ്രധാന പ്രതിസന്ധികളൊക്കെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാനൊക്കെ ഈ പഠനത്തിലൂടെ കഴിയുന്നതാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് മെന്റൽ ഹെൽത്തിന് വേണ്ട മറ്റൊരു പ്രധാന കാര്യമാണ് ക്രിയേറ്റിവിറ്റി, സർഗാത്മകത. അതായത് നമ്മളെ ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ നമ്മൾ ഏത് സമയം വർക്ക് എടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ ജോലി ചെയ്യുക, അല്ലെ വേറെ എന്താ, അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കൊരു സ്ട്രെസ് വരാം. അപ്പൊ അത്തരം സമയത്ത്, അല്ലെ മെന്റൽ സ്ട്രെസ് ഒക്കെ ഉണ്ടാവാം, അത്തരം സമയങ്ങൾക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട, അപ്പൊ എപ്പോഴെങ്കിലും നമ്മൾ ഒരു 10 മിനിറ്റെങ്കിലും നമുക്ക് വേണ്ടി നമ്മളൊന്ന് ഫ്രീ ആയിട്ടിരിക്കണം. അത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ. ഒന്നുകിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാന്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രം വരയ്ക്കുന്ന ആളുകളാണ് ചിത്രം വരയ്ക്കുക, അല്ലെ എഴുതുക, അല്ലെ എഴുതുന്ന ആളുകളുണ്ട് എഴുതുക, അല്ലെങ്കിൽ കവിത കേൾക്കുന്ന, നോവൽ വായിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ അതൊക്കെ അതിലൂടെയൊക്കെ നമ്മുടെ മെന്റൽ ഹെൽത്തിനെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെന്റൽ ഹെൽത്തിന് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ, ട്രയാങ്കിളിന്റെ 2 സൈഡ്സേ ആയിട്ടുള്ളൂ. ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് ഉണ്ട് അല്ലെ. ആ മൂന്നാമത്തെ സൈഡിന് ഏതാണ്, നമ്മുടെ സോഷ്യൽ ഹെൽത്ത് ആണ്. അപ്പൊ സോഷ്യൽ ഹെൽത്തിന് ഞാൻ കൂടുതൽ എക്സാമ്പിളിലേക്ക് ഒന്നും പോവേണ്ട. ഇത് നമ്മൾ ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് അല്ലെ, സോഷ്യൽ ഹെൽത്ത് ഉണ്ടാവാനുള്ള. ഇപ്പൊ ഈ സാറിന്റെ എല്ലാവരുടെയും സംസാരമൊക്കെ വരുമ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നത് ആണ് ഏതിൽ വരുന്നത്, സോഷ്യൽ ഹെൽത്തിൽ അല്ലെ. സോഷ്യൽ ഹെൽത്ത് നമുക്ക് എപ്പോഴും നന്നായിരിക്കണം. കാരണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ സാമൂഹ്യ ജീവിയാണ്. ഒറ്റപ്പെട്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. പല പല മതിലുകളൊക്കെ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മറ്റുള്ള മനുഷ്യരെ ആശ്രയിക്കാതെ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ സാധിക്കില്ല. അപ്പോൾ സോഷ്യൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ ഹെൽത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തത് റിലേഷൻഷിപ്പിലാണ്. നമ്മൾ എപ്പോഴും കുടുംബാംഗങ്ങളുമായും സഹപ്രവർത്തകരുമായും നല്ല ബന്ധം പുലർത്തുക. അതായത് ഇന്ന് ഞാൻ കാണുന്ന നമ്മളൊക്കെ കാണുന്ന പതിവ് കാഴ്ചകൾ ചിലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷനോ കാര്യങ്ങളോ മറ്റൊരു വീട്ടിൽ ഉണ്ടാവുമ്പോൾ പലപ്പോഴും കുട്ടികളെ കൂട്ടാതെ പോകുന്ന പേരൻസിനെ കാണാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. അതായത് പഠിക്കോ കാര്യങ്ങളാണ് ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം, അവരെയും കൂടെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്ക് നമ്മുടെ കുടുംബങ്ങൾ ആരൊക്കെ, അല്ലെ നമ്മുടെ അടുത്തുള്ള അയൽവാസികൾ ആരൊക്കെ, അല്ലെ നൈബേഴ്സ് ആരൊക്കെ, റിലേറ്റീവ്സ് ആരാണ്, ഒരു റിലേറ്റീവ്സിനെ കാണുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്ന് കൂടെ കുട്ടികൾക്ക് അറിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾക്ക് പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലെ. ഒരാള് വന്നാൽ എങ്ങനെ, പലപ്പോഴും ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുന്നത് എന്താണ്, ഫുൾ മൊബൈലായിരിക്കും. ഒരു ഫാമിലി ഫംഗ്ഷന് പോയാൽ കുട്ടികളൊക്കെ മൊബൈലായിരിക്കും. പക്ഷെ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ അവരുടെ അടുത്തുനിന്ന് അവരെ ദേഷ്യം പിടിപ്പിക്കാതെ ആ മൊബൈലിൽ നിന്നൊക്കെ മാറ്റി വെച്ച് നിങ്ങൾക്ക് സംസാരിക്കാനുണ്ട് സംസാരിക്കാൻ പറയാം. അങ്ങനെ കുടുംബാംഗങ്ങളുമായും നമ്മുടെ കൂടെ നമ്മളെ വലിയ ആളുകളാണ് ജോലി ചെയ്യുന്നവരുമായിട്ടൊക്കെ നല്ല ബന്ധം പുലർത്തുക. രണ്ടാമത്തത് ക്ലോസ് ഫ്രണ്ട്സ്. നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അല്ലെ, നമുക്കൊക്കെ ഓരോരുത്തർക്കും ഇഷ്ടം പോലെ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ എല്ലാ ഫ്രണ്ട്സിനെയും നമുക്ക് ചില പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എനിക്കൊരു എന്തെങ്കിലും പണത്തിനുള്ള അല്ലെ വേറെ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരികയാണ്, അല്ലെ ഒരു സ്ഥലത്ത് പോകണം. അപ്പൊ ഏറ്റവും നമ്മളെ നിയറസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റിയ, തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകളോടല്ലേ നമ്മൾ പറയാ.
അതായത് എനിക്കത് പറഞ്ഞാൽ ചെയ്യാം, അല്ലെ അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് മടിയില്ല എന്നുള്ള ആ ഒരു അത്രയും ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആളുകളോടാണ് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെയുള്ള അടുത്ത സുഹൃത്തുക്കളും നമുക്ക് പ്രത്യേകം വേണ്ടതുണ്ട്. അതൊക്കെ നമ്മുടെ സോഷ്യൽ ഹെൽത്തിന് ഏറ്റവും ഇമ്പോർട്ടൻസ് ആണ്. കാരണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, എന്ത് വന്നാലും എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കുടുംബമുണ്ട് എന്നുള്ള ഒരു ധൈര്യം നമ്മൾക്ക്, അത് വലിയൊരു ധൈര്യമാണ് ശരിക്കും ജീവിക്കാൻ. ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോഴും ഇത്തരം ധൈര്യം നമ്മൾ ഒന്നുകൂടി സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുക. അപ്പൊ നമുക്ക് ധൈര്യത്തോടെ ഓരോ സ്റ്റെപ്പും നമുക്ക് മുന്നോട്ട് വെക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് അടുത്ത സുഹൃത്തുക്കളൊക്കെ നമുക്ക് എപ്പോഴും വേണ്ടതുണ്ട്. മൂന്നാമത്തെ സോഷ്യൽ ലൈഫാണ്. അതായത് ഒറ്റപ്പെട്ടു കഴിയാതെ നമ്മൾ എപ്പോഴും സമൂഹത്തിന്റെ ഭാഗമാവുക. എന്തെങ്കിലും പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവുമ്പോൾ നമ്മളെ ജോലി തിരക്കൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ പ്രസൻസ് അവിടെ അറിയിക്കുക, അല്ലെ? എന്ത് തിരക്കാണെങ്കിലും, ഇപ്പൊ ഒരു മരിച്ച വീടായിക്കോട്ടെ, അല്ലെ വേറെ എന്തെങ്കിലും ഒരു സോഷ്യലി വേറെ എന്തെങ്കിലും പ്രോഗ്രാം നടക്കുന്നതായിക്കോട്ടെ, നമ്മൾ അവിടെ എത്തുക, നമ്മളും അതിന്റെ ഭാഗമാണെന്ന് അവരെ അറിയിക്കുക. അതൊക്കെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ഇതോടൊപ്പം തന്നെയാണ് ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ. പലപ്പോഴും പല ബന്ധങ്ങളും പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്താണ്? ഈ കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്, അല്ലേ? ആ കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തായിരിക്കണോ? വളരെ ആരോഗ്യകരമായിരിക്കണം. മറ്റുള്ളവരോട് മാന്യമായും വ്യക്തമായും സംസാരിക്കുക. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക. അതായത് ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികൾക്കായാൽ പോലും വലിയ വീടോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഫർണിച്ചറുകളോ ഒന്നുമല്ല അവർക്ക് വേണ്ടത്. ആദ്യം നമുക്ക് അവരോട് നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുകയും എന്തും തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുകയും വേണം. അവിടെ എന്താണ് അതിന് ഏറ്റവും പ്രധാനം? അതിന് വേണ്ടത് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം. അതായത് കുട്ടി ഒന്ന് പറയുമ്പോൾ അത് നല്ല സമാധാനത്തിൽ നമ്മൾ കേൾക്കുക. അതിനിടയിൽ എന്താ നീ അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ കുട്ടി ബ്ലോക്കായി, അല്ലെ? എന്താണ് അവിടെ കമ്മ്യൂണിക്കേഷൻ എന്താണ് ഹെൽത്തി ആയിട്ട് പിന്നെ മുന്നോട്ട് പോയില്ല. ഇതുപോലെ തന്നെയാണ് ആരോടും. മക്കളെ കേസ് പറയുന്നത് നമ്മുടെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഇതാണല്ലോ. അതേപോലെ തന്നെയാണ് നമ്മൾ പുറത്തുള്ള ആളുകളോടാണെങ്കിലും നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നല്ല രീതിയിൽ മാന്യമായും വ്യക്തമായും നമ്മൾ സംസാരിക്കുക. അവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുക. ഇനി മറ്റൊന്ന് നമുക്ക് എന്താണ്, സോഷ്യൽ ഹെൽത്തിന് ഏറ്റവും പ്രധാനമാണ് ഒരു സപ്പോർട്ട് സിസ്റ്റം, അല്ലെ? കഷ്ടകാലത്ത് നമ്മെ സഹായിക്കാൻ ആളുകൾ ഉണ്ടാവുക എന്നത് വലിയൊരു ആശ്വാസമാണ്. അതായത് പലപ്പോഴും പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ നമുക്ക് എന്തായിരിക്കും, നമുക്ക് സഹിക്കാൻ കഴിയില്ല. എപ്പോഴാണ് എന്തുണ്ടായിട്ടും കാര്യമില്ല, അല്ലെ? ഇപ്പൊ ഒരുപാട് പണമുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആള് അല്ലെ അങ്ങനെ ഒക്കെ ഉണ്ട് നമ്മൾ വിചാരിക്കുക. പക്ഷെ എന്നിരുന്നാലും നല്ലൊരു ആളുകളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ പലതും നമുക്ക് എന്താവാം, പല പ്രശ്നങ്ങളും, അതായത് കഷ്ടം കാലം വരുമ്പോൾ, അല്ലെ? എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്തായാലും ആളുകൾ വേണം. അതൊക്കെ നമ്മൾ കോവിഡ് കാലത്ത് നമ്മളെ പഠിപ്പിച്ച ഏറ്റവും പ്രധാന പാഠങ്ങളാണ്, അല്ലെ? എത്ര പേരുകളാണ് എല്ലാവരെയും സഹായത്തിന് എത്തിയത്. അതുപോലെ തന്നെ പ്രളയം വന്ന സമയത്ത്, അല്ലെ? എന്തൊക്കെ ഉണ്ടായിട്ടും ആളുകൾ എന്താണ് മറ്റുള്ള സാധാരണ ആളുകളെ എത്ര ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ഇന്നും തീരാത്ത ഇന്നും പല പിക്ചറുകളും നമ്മുടെ മനസ്സിലുണ്ട്, അല്ലെ? പല ഉയരങ്ങളിൽ നിൽക്കുന്ന ആളുകൾ പോലും എന്താവുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ച്, അല്ലെ? അതുവരെ പലപ്പോഴും കണ്ടാൽ പോലും സംസാരിക്കാതെ വലിയ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ, അല്ലെ, നിൽക്കുകയായിരിക്കും, അല്ലെ? അങ്ങനെയുള്ള ആളുകൾ പോലും സാധാരണ ആളുകളുടെ സഹായത്തോടുകൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മുടെ അനുഭവത്തിലൂടെ അറിയുന്നതാണ്, അല്ലെ? ഒരു 5-6 വർഷം കൊണ്ട് നമ്മളതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സോഷ്യൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, നല്ല ആളുകളുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും 3 കാര്യങ്ങൾ, അപ്പൊ ഞാൻ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ വെൽനെസ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഉണ്ടാവണം, മെന്റൽ ഹെൽത്ത് ഉണ്ടാവണം, അതുപോലെ തന്നെ സോഷ്യൽ ഹെൽത്ത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ 3 സൈഡും എങ്ങനെ നമുക്ക് വേണം? നമുക്ക് ഈ വെൽനെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഒരു സൈഡ് കൂടുതലാണെന്ന് വിചാരിക്കുക, ഫിസിക്കൽ ഹെൽത്ത് കൂടി, അപ്പൊ ബാക്കി 2 സൈഡും കുറഞ്ഞാൽ ഓക്കെ ആവോ? ഉണ്ടോ ജോൺ സാറേ? അതായത് 2 സൈഡുകള് ഓക്കെ ആണ്, അല്ല ഒരു സൈഡ് നല്ല ഓക്കെ ആണ്, 2 സൈഡുകള് എന്താണ് കുറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഒരു അത്
ആ ഒരു ട്രയാങ്കിൾ ആകുമ്പോൾ 3 സൈഡും ഒരുമാതിരി ആവണം. അതെ, അതാണ് നമ്മുടെ വെൽനെസ് ട്രയാങ്കിളിന്റെ ഏറ്റവും പ്രത്യേകത. അതാണ് വെൽനെസ് ട്രയാങ്കിൾ ഈസ് ഓൾസോ നോൺ ആസ് ഹെൽത്ത് ട്രയാങ്കിൾ. അപ്പൊ ഹെൽത്ത് ട്രയാങ്കിൾ എന്നും പറയാറുണ്ട്. അപ്പൊ ഹെൽത്ത് ട്രയാങ്കിളിന്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ഈ 3 സൈഡ് നോക്കൂ. മെന്റൽ മെന്റൽ ഹെൽത്ത് ആണെങ്കിലും ഫിസിക്കൽ ഹെൽത്ത് ആണെങ്കിലും സോഷ്യൽ ഹെൽത്ത് ആണെങ്കിലും ഒക്കെ എങ്ങനെയായിരിക്കണോ, മുഴുവനായിട്ട് ഈക്വലി ആയിരിക്കണം. ഒരു ഈക്വൽ ട്രയാങ്കിൾ ആയിട്ടായിരിക്കണം നമുക്ക് ഇത് നിൽക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു സൈഡ് കൂടുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അതിൻ്റെ ബാലൻസിന് പ്രോബ്ലം വരാൻ പാടില്ല. ഈ 3 വശങ്ങളും തുല്യമായി കൊണ്ടുപോകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ ആരോഗ്യവാനായിരിക്കുന്നത്. അതായത് 3 സൈഡും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ത്രികോണത്തിന്റെ ഈ നിങ്ങൾക്കുണ്ടാവുന്ന നമുക്കൊക്കെ ഓരോരുത്തർക്കുള്ള ട്രയാങ്കിളിന്റെ 3 വശങ്ങളും ഈക്വൽ ആണോ എന്ന് നമ്മൾ ഇന്ന് സ്വയം പരിശോധിക്കുക. അങ്ങനെ എവിടെയെങ്കിലും നമുക്ക് ഈക്വൽ അല്ല എന്ന് ഏതെങ്കിലും ഒരു സൈഡിന് നമുക്ക് പ്രോബ്ലം വരികയാണെങ്കിൽ അതെന്തുകൊണ്ട്, അത് കറക്റ്റ് ചെയ്യാനുള്ള മെത്തേഡുകൾ നമ്മൾ നാളെ മുതൽ എടുക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, അപ്പോൾ നമ്മളെ എന്താണ് കുറവുള്ള ഭാഗം, ഇപ്പൊ സോഷ്യൽ ഹെൽത്തിൽ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവിടെ നമ്മൾ നാളെ മുതൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ല അതെങ്ങനെ ഈക്വലി ആക്കാം എന്നുള്ള അതിൻ്റെതായിട്ടുള്ള മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നമ്മൾ നടക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മെന്റൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അല്ലെ മെന്റലി നമുക്ക് ഈ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഈക്വലി ഇതിനനുസരിച്ച് ബാലൻസ് ആവുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ എന്താണ് നമുക്ക് പറ്റിയത് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഫിസിക്കലി. അപ്പോൾ ഈ 3 വശങ്ങളും ഈക്വലി നമുക്ക് കൊണ്ടുപോവാൻ കഴിയട്ടെ. എല്ലാവർക്കും അങ്ങനെ കൊണ്ടുപോവാൻ കഴിയട്ടെ എന്നുകൂടെ ഞാൻ ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. കൂടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആഡ് ഓൺസ് എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. എല്ലാവർക്കും ഇതിലേക്ക് പുതിയ കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്ത് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. വളരെ മനോഹരമായ ഒരു സെഷൻ. 2026 നമ്മളുടെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ അസ്വസ്ഥതയ്ക്ക് വശങ്ങൾക്ക് സൗന്ദര്യം നൽകുന്ന കുറേ പോയിന്റുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 3 ഏരിയകൾ പറഞ്ഞു. ഒന്ന് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ. ഫിസിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ശരീരമാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നുള്ളത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഭക്ഷണം, വ്യായാമം, ഉറക്കം, അതുപോലെ തന്നെ ദഹനം, ലഹരി, ശുചിത്വം, സെൽഫ് കെയർ, ഈ തലങ്ങളിലെല്ലാം സമഗ്രമായ ഒരു ശ്രദ്ധ വേണ്ടതുണ്ട്. അതുപോലെ മാനസിക നിലവാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ വൈകാരികമായിട്ടുള്ള അവസ്ഥ, നമ്മൾക്കുണ്ടാകുന്ന സ്ട്രെസ്സുകൾ, അവിടെ നമുക്ക് മെഡിറ്റേഷൻ, യോഗ അതൊക്കെ നിർബന്ധമായിട്ട് ഫോളോ ചെയ്യാം. അതും വിട്ടുപോയതാണ്. പിന്നെ ലേണിംഗ്, പഠനവുമായി ബന്ധപ്പെട്ട്, പിന്നെ ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമ്മുടെ ബ്രെയിനുകളെ കൂടുതൽ സജ്ജമാക്കാൻ, അല്ലെ, ബ്രെയിൻ സജ്ജമാണെങ്കിൽ നമ്മുടെ ശരീരം മുഴുവൻ സജ്ജമാകും. അതിനുള്ള ക്രിയേറ്റിവിറ്റി ഏരിയ. പിന്നെ സോഷ്യൽ എന്ന് പറയുന്ന ഏരിയ നമ്മളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞ് ബന്ധങ്ങൾ, ഊഷ്മളമായ ബന്ധങ്ങൾ, അല്ലെ, അതുപോലെ തന്നെ ക്ലോസ് ഫ്രണ്ട്സ്, എന്തെങ്കിലുമൊക്കെ ഒന്ന് തുറന്നു പറയാൻ. ഒന്നല്ല, ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഒരു വ്യക്തിയോട് തുറന്നു പറയാൻ പറ്റത്തില്ല. സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് സാധാരണമായ രീതിയിലുള്ള സാമൂഹിക ജീവിതം, അതുപോലെ ഹെൽത്തി കമ്മ്യൂണിക്കേഷൻ, ദെൻ സപ്പോർട്ടിങ് സിസ്റ്റംസ്. അപ്പോൾ തീർച്ചയായിട്ടും 2026 നമ്മൾ മുന്നിൽ കാണുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട 3 ഏരിയകൾ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തു. ഇന്നത്തെ സെഷനിൽ നമുക്ക് ഔദ്യോഗികമായിട്ട് ഒരു ഔട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞതിന് ശേഷം നമ്മൾ ഡിസ്കഷനിലേക്ക് പോകാം. ഡിസ്കഷൻ വരുമ്പോൾ എല്ലാവരും നമ്മൾ ഈ 2026 എങ്ങനെയാണ് ഈ സിസ്റ്റത്തെ നമ്മളുടേതായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ നല്ല മനോഹരമായ ഒരു ഷെയറിംഗ് കൂടെ ആവും. കാരണം നമുക്ക് നമ്മുടേതായ ചില രീതികളുണ്ടല്ലോ. സോ ഔദ്യോഗികമായി ഔട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഞാൻ ബാബു തോമസ് സാറിനെ വിളിക്കുകയാണ്. ബാബു തോമസ് സാർ നമ്മുടെ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയാണ്. ബാബു സാർ, യു ആർ വെൽക്കം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം.
നമുക്ക് ഇന്ന് ക്ലാസ് നയിച്ചത് ശ്രീമതി സീന ഷിനോജാണ്. ഞാൻ ആ ക്ലാസ്സിൻ്റെ വിവരങ്ങളിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ പുതുവർഷത്തിലെ ആദ്യത്തെ ക്ലാസ് എന്ന നിലയിൽ എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം നമ്മൾ നടത്തുന്ന ഈ വെബിനാറിനെ കുറിച്ച് പറയുമ്പോൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രെയിനേഴ്സിന് പങ്കെടുക്കാം, നവാഗതരായി ഈ പരിശീലന രംഗത്തേക്ക് കടക്കുന്നവർക്കും പങ്കെടുക്കാം, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കും ഇതിൽ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. കോട്ടയം PCTയെ സംബന്ധിച്ചിടത്തോളം കോട്ടയത്തെ അംഗങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളമുള്ള വ്യക്തികൾക്ക്, ട്രെയിനേഴ്സിന് ഇതിലൂടെ വളരാനുള്ളതായ ഒരു സാഹചര്യമുണ്ട്. സ്വയം വളരുകയും മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുക എന്നുള്ളതായ ഒരു നല്ല ഉദ്ദേശത്തിലേക്കാണ് നമ്മുടെ ഈ ജില്ല വന്നിരിക്കുന്നത്. ക്ലാസ് നയിച്ച മാഡം നമുക്ക് ഇന്ന് വെൽനസിനെ കുറിച്ചാണ് ക്ലാസ് എടുത്തത്. അതായത് വെൽനസ് ട്രയാങ്കിൾ, അത് ആരോഗ്യ ത്രികോണം എന്നുള്ളതായ ഒരു സബ്ജക്റ്റിനെ കേന്ദ്രീകരിച്ചാണ്. CBSE സ്കൂൾസിലൊക്കെ ഈ കൗൺസിലേഴ്സിന് അറിയപ്പെടുന്നത് വെൽനസ് ടീച്ചർ, കൗൺസിലർ ആൻഡ് വെൽനസ് ടീച്ചർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ ശാരീരികമായിട്ടുള്ള ആരോഗ്യം മാത്രമല്ല വെൽനസ്, അതിലും പരമപ്രധാനമായ മറ്റ് ഘടകങ്ങളുണ്ട്. ഫിസിക്കൽ വെൽനസ്, മെന്റൽ ആൻഡ് ഇമോഷണൽ വെൽനസ്, സോഷ്യൽ വെൽനസ്. അപ്പൊ ഈ 3 ഘടകങ്ങളുടെ ഒരു സംയോജിത സമ്മേളനത്തിൽ കൂടി മാത്രമേ ഒരു വ്യക്തി പരിപൂർണമായ ആരോഗ്യത്തിലേക്ക് എത്തുന്നുള്ളൂ. മാഡം ഇവിടെ പറയുകയുണ്ടായി, ഈ ഘടകങ്ങളിൽ ഏതിൻ്റെയെങ്കിലും അപര്യാപ്തത, അതായത് ഈ ഘടകങ്ങൾ ഈക്വലായിട്ട് ബാലൻസ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ അതിൽ ആ വ്യക്തിക്ക് പരിപൂർണ ആരോഗ്യം ലഭിച്ചു എന്ന് പറയാനാവില്ല. അപ്പൊ ആരോഗ്യം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ ഘടകമാണ്. ആ ആരോഗ്യത്തിന്റെ ആ ഘടകങ്ങൾ എങ്ങനെ ഈ 3 ഫിസിക്കൽ വെൽനസ്, മെന്റൽ വെൽനസ്, സോഷ്യൽ വെൽനസ് കരഗതമാകാം എന്നുള്ള കാര്യങ്ങൾ കൂടി വളരെ വിശദമായി തന്നെ പറയുകയുണ്ടായി. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. വളരെ മനോഹരമായ രീതിയിൽ ഈ ക്ലാസ് നയിച്ച കോഴിക്കോട് PCTയുടെ മെമ്പറായ സീനോ ഷിനോജിന് നമ്മുടെ എല്ലാവരുടെയും നാമത്തിൽ ഉള്ളതായ കൃതജ്ഞത അറിയിക്കുകയാണ്. ഈ വെബിനാറിൽ പങ്കെടുത്ത സ്റ്റേറ്റിന്റെ പ്രതിനിധികൾക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ മനോഹർ ലാൽ സാറിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. സാറിന് ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം സ്റ്റേറ്റിന്റെ ഇതര പ്രതിനിധികൾക്കും മറ്റ് ജില്ലയുടെ ഭാരവാഹികൾക്കും ജോൺ ബേബി സാറൊക്കെ ഉണ്ടായിരുന്നു. അതോടൊപ്പം ഇതര മെമ്പേഴ്സ്, ഇതിലെ സ്ഥിരമായിട്ട് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അംഗങ്ങൾ, ഉലയനാൻ സാറ്, രാജു സാറ്, കുറേ അധികം പേരുണ്ട്. എല്ലാവരുടെയും പേര് ഞാനിങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവരെല്ലാവരും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇതിന്റെ ചർച്ചാ വേളയിലൊക്കെ തങ്ങളുടെ അഭിപ്രായങ്ങൾ അവർ പറയുന്നത് മറ്റുള്ളവർക്ക് കൂടി വിലപ്പെട്ട നിർദ്ദേശങ്ങൾ തന്നെയാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ പ്രോഗ്രാം നയിച്ച കോട്ടയത്തിന്റെ ഡോക്ടർ സാബു കേരളം സാറിനോടുള്ളതായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ നിർത്തട്ടെ. താങ്ക് യു ബാബു സാർ, വളരെ സന്തോഷം. അപ്പൊ ഇന്ന് നമുക്ക് ട്രെയിനറെ സംഭാവന ചെയ്തത് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയാണ്. അതിന്റെ സൂത്രധാരൻ അല്ലേ, അത് തന്നെയല്ല PCTയുടെ സംസ്ഥാന പ്രസിഡന്റും മനോഹർ ലാൽ സാറിനെ ക്ഷണിക്കുക. Thank you all.
കേൾക്കാമോ? കേൾക്കാം യെസ്. എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ നേരുന്നു. ഇന്നലെ നമ്മുടെ PCTA കേരളയുടെ നല്ലൊരു പരിപാടി, സൈക്കോ സൊമാറ്റിക് ഡിസീസസ് എന്നുള്ള ഒരു പരിപാടിയിൽ നിന്ന് നമ്മൾ വെൽനസ് ട്രയാങ്കിളിലേക്ക് മെല്ലെ ഷിഫ്റ്റ് ചെയ്തു. എല്ലാം മാനസികാരോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് നമ്മുടെ ഈ ഭാഗത്ത് ജോലിയെടുക്കുന്ന അല്ലെങ്കിൽ ഇതിൽ താല്പര്യമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇത് പുതുവർഷ ആരംഭത്തിൽ തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു ക്ലാസ് നമുക്ക് 2 ക്ലാസ്, നേരത്തെ ഇന്നലെ ഉണ്ടായിരുന്ന ക്ലാസ്സും അതുപോലെ ഇന്ന് നടന്ന ക്ലാസ്സും വളരെ സന്തോഷകരമായ ഒരു അവസ്ഥയാണ് നമ്മളിൽ സൃഷ്ടിക്കുന്നത് എന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ശ്രീമതി സീന ഷിനോജ് എന്ന് പറഞ്ഞത് നമ്മുടെ കോഴിക്കോടിന്റെ മെമ്പറാണ്. വളരെ ആക്റ്റീവായിട്ട് നമ്മളെ പരിപാടികളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. പല ട്രെയിനിങ് പരിപാടികളിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുമാണ്. നല്ല കഴിവുള്ള ആളാണെന്ന് നമ്മളിവിടെ ഞാൻ കുറച്ച് വൈകിപ്പോയി സോറി പറയുന്നത്. കാരണം ക്ലിനിക്കിൽ തിരക്കായത് കൊണ്ട് ഞാൻ ഓടിച്ചാടി സീനയുടെ ക്ലാസ് എന്ത് തന്നെ ആയാലും കേൾക്കണം എന്നുള്ള ലൈവായിട്ട് തന്നെ കേൾക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഓടിച്ചാടി ഇവിടെ എത്തിയിരിക്കുന്നത്. സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. PCTയുടെ പതാക വഹിക്കേണ്ട ഒരാൾ തന്നെയാണ് സീന എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ക്ലാസ് അവസാന ഭാഗം കേട്ടതാണ്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങൾ നല്ല രീതിയിൽ ഇവിടെ അവതരിക്കപ്പെട്ടു. നമ്മുടെ മാനസികാരോഗ്യ രംഗത്ത് ഇതുപോലുള്ള ക്ലാസ്സുകൾ ഞാൻ കോട്ടയം ജില്ലയ്ക്ക് പ്രത്യേക ഒരു അഭിനന്ദനം ഞാൻ പറയുന്നു. കാരണം കോട്ടയം ജില്ല എന്ന് പറഞ്ഞ് കോട്ടയത്ത് ആ സങ്കുചിത മനോഭാവത്തിൽ നിന്ന് മാറി എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒരു സംസ്ഥാന തലത്തിൽ തന്നെ കാര്യങ്ങൾ നടത്താൻ പ്രാപ്തരായ ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് സാബു സാറിനും അതുപോലെ ബാബു തോമസ് സാറിനൊക്കെ പ്രത്യേകം ഞാൻ അഭിനന്ദനം അറിയിക്കുന്നു. നമുക്ക് ഈ ആളുകളെ, കഴിവുള്ളവരെയും അതോടൊപ്പം തന്നെ തുടക്കക്കാരെയും ഒരേപോലെ പ്രോത്സാഹിപ്പിക്കുന്ന എന്ന PCTയുടെ നയം നമ്മളിവിടെ വ്യക്തമാക്കുകയാണ്. കൂടുതൽ നല്ല നല്ല ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ശ്രീമതി സീന ഷിനോജിന് എല്ലാവിധ നന്ദിയും അഭിനന്ദനങ്ങളും ഒക്കെ അർപ്പിക്കുന്നു. PCTയുടെ പേരിൽ, സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അർപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ലാൽ സാർ. നമുക്ക് വെൽനസിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നു എന്ന് നമുക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാകുന്ന ഒരാളിവിടെ ഉണ്ട്. മറ്റാരുമല്ല, ജോൺ ബേബി സാർ. പറയൂ സാർ. താങ്ക് യു സാബു സാർ. ഞാൻ ആദ്യമേ കോട്ടയം ജില്ലയ്ക്ക് എൻ്റെ അഭിനന്ദനങ്ങളും അതുപോലെ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ നമുക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാൻ അവസരം തന്നതിൽ നന്ദിയും രേഖപ്പെടുത്തട്ടെ. കോട്ടയം ജില്ല നല്ല നല്ല പ്രോഗ്രാമുകളാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവർക്കും അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാവുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ക്ലാസ്സിനെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു നല്ല ടീച്ചർ ക്ലാസ് എടുത്താൽ എങ്ങനെയാവോ അതുമാതിരി വളരെ ക്ലിയർ ആയിട്ട് സോഫ്റ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോ പോയിന്റുകളും പറഞ്ഞു. വളരെ അപ്രീഷിയേറ്റ് ചെയ്യണം ഷിനോ മാഡത്തിന്റെ ക്ലാസ്. ദ വേ യു എക്സ്പ്രസ്, ദ വോളിയം, ദ ടോൺ, എവറിത്തിങ് വാസ് എക്സലന്റ്. നമ്മൾ കേട്ടു തുടങ്ങിയാൽ പിന്നെ ഏറ്റു പോകാൻ പറ്റാത്ത ഒരു ടോക്കായിരുന്നു. വളരെ നന്നായി. വെൽനസിന്റെ കൂടെ കുട്ടികളെ ഹൗ ടു ഡെവലപ്പ്, കുട്ടികളുടെ ഹെൽത്ത്, ഹൗ ടു ഡെവലപ്പ് ചിൽഡ്രൻ, അത് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. എസ്പെഷ്യലി എനിക്ക് എൻ്റെ എക്സ്പീരിയൻസിൽ ഇപ്പോഴത്തെ യങ് ജനറേഷൻ, യങ് പേരൻസിന് ഹൗ ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ അവർക്ക് അറിഞ്ഞുകൂടാ. അതാരും പറഞ്ഞു കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് കൗൺസിലിംഗ് സെന്റേഴ്സ് എല്ലാം തിരക്കാവുന്നത്. യങ് ജനറേഷൻ ഡു നോട്ട് നോ ഹൗ ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ. അത് നമ്മുടെ എല്ലാ ടോക്കുകളിലും ഹൗ ടു ബ്രിങ് അപ്പ് ചിൽഡ്രൻ പേരൻസ് ഉണ്ടെങ്കിൽ, യങ് ജനറേഷൻ ഉണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യവുമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഷിനോ മാഡം ആ പോയിന്റുകൾ അതിൽ ഇൻക്ലൂഡ് ചെയ്തത് വളരെ വളരെ യൂസ്ഫുള്ളായി. ഓവറോൾ ഇറ്റ് വാസ് വെരി ഗുഡ്, ഫാന്റാസ്റ്റിക് പ്രസന്റേഷൻ. ആൻഡ് പുതുവർഷത്തിലെ ആദ്യത്തെ കോട്ടയം ജില്ലയുടെ ഗിഫ്റ്റായിട്ട് നമുക്കിത് എടുക്കാം. നല്ലൊരു ഗിഫ്റ്റാണ്. ഇത് ഓർഗനൈസ് ചെയ്ത ഓർഗനൈസേഴ്സിനും
അതുപോലെ ഷിനോ മാഡത്തിനും പ്രത്യേകിച്ച് സാബു സാറിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. ആരെങ്കിലും കോഴിക്കോട് ജില്ലയിൽ നിന്ന് വന്നിട്ടുണ്ടോ? കോഴിക്കോട് ജില്ല മനോഹർ സാർ ആരെങ്കിലും ഉണ്ടോ? റജി, റജീന, ജസീന, സരീന, ആരെങ്കിലും ഉണ്ടോ കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടെങ്കിൽ ഒന്ന് റെപ്രസെൻറ്റേറ്റീവ് ആർക്കെങ്കിലും ഒന്ന് അഡ്മിറ്റ് ചെയ്ത് പറയാമോ? എനിബഡി ഫ്രം കോഴിക്കോട്? ഇല്ല. എന്നാൽ കോഴിക്കോട് അടുത്തുള്ള ഓമന ടീച്ചറോട് ചോദിക്കാം. താങ്ക് യു സാർ. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ബേബി സാറ് പറഞ്ഞതുപോലെ ഒരു ടീച്ചർ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയിൽ എല്ലാ കാര്യവും കൃത്യമായിട്ട് PPT-യിലും ഉണ്ട്. മാഡം അത് വളരെ വിശദമായിട്ട് വളരെ ഫ്ലോ ആയിട്ട് പറയുകയും ചെയ്തു. എല്ലാ പോയിന്റ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ട്രയാങ്കിൾ ആയിരുന്നു. ശരിക്കും തെറ്റാത്ത ഒരു ട്രയാങ്കിൾ തന്നെയായിരുന്നു. കറക്റ്റായ ട്രയാങ്കിൾ. 3 ഭാഗവും 3 വരെയും ഒരേപോലെ ഭംഗിയായിട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. ഓക്കെ. ഇനി ആരാ വരുന്നത്? വിലാൻ സാർ പറയും. വിലാൻ സാർ താമസമാണോ വന്ന് അഡ്മിറ്റ് ചെയ്തത്? ക്ലാസ് അത് 2 സൈഡ് കേട്ടു, ഒരു സൈഡ് കേട്ടില്ല. പക്ഷെ കാര്യങ്ങൾ മനസ്സിലായി. എനിക്ക് പറയാനുള്ള സിന മാം, ഹെഡ്സ് ഓഫ് യു. ഒരു ട്രെയിനറുടെ, ഒരു ടീച്ചറുടെ, ഒരു അമ്മയുടെ മിതഭാവത്തിലുള്ള ഒരു ക്ലാസ് ആയിരുന്നു. എല്ലാവരും കോർഡിനേറ്റ് ചെയ്യിച്ചു. പേരൻസ് എന്നൊരു വാക്ക് പറയുമ്പോൾ അതിനകത്ത് അച്ഛനും കയറുമല്ലോ, അവരെയും ചേർത്ത് വിട്ടു. നമ്മളോടൊരു ചോദ്യം ടീച്ചർ അവസാനം ചോദിച്ചു. ഈ പുതിയ വർഷത്തിലേക്ക് പോകുമ്പോൾ ഈ ട്രയാങ്കിളിനെ ബാലൻസ് ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ചോദ്യവും അതിനിടയിലുണ്ടായിരുന്നു. ചിന്തിപ്പിച്ചൊരു ക്ലാസ്സാണ്. സാധാരണ നമ്മൾ മെന്റൽ ബാലൻസിങ് മുന്നോട്ട് പോകുമ്പോൾ ഫിസിക്കൽ ബാലൻസിങ് പുറകോട്ട് പോകും. ഇതിലല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ അറ്റാച്ച്മെന്റ് പുറകോട്ട് പോകും. അപ്പൊ അയാൾക്ക് ഉണ്ടാവുന്ന എന്താ? മെന്റലി, ഫിസിക്കലി, സോഷ്യലി എവിടെയോ താളം തെറ്റുന്നു. ചുരുക്കത്തിൽ അയാളുടെ ബാലൻസ് പോകുന്നു. വ്യക്തിയുടെ ബാലൻസ് പോയാൽ അത് കുടുംബത്തെയും അതുപോലെ തന്നെ സമൂഹത്തെയും ബാധിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ടീച്ചർ ഇന്ന് നമ്മുടെ മുമ്പിൽ വെച്ചത്. ഞാൻ വീണ്ടും ഒന്നുകൂടെ പറയുന്നു, ഒരമ്മയുടെയും ഒരു ടീച്ചറിൻ്റെയും ഒരു ട്രെയിനറിൻ്റെയും ട്രയാങ്കിളിലൂടെയാണ് നമ്മളെ കൊണ്ടുപോയത്. വിഷയത്തെക്കുറിച്ചൊന്നും പറയാനില്ല. വളരെ ഭംഗിയായിട്ട് ആ സ്ലൈഡ്സ് ഒക്കെ ഒതുക്കി ടീച്ചർ പറയുന്ന ഒരു വാചകം പോലും എക്സസ് എന്ന് നമുക്ക് പറയാൻ ഇല്ല. പെട്ടെന്ന് ക്ലാസ് തീർന്നു പോയോ എന്ന് എനിക്ക് തോന്നി. ഇനിയും എന്തൊക്കെയോ പറയാനുണ്ടോ, പക്ഷെ സമയം കഴിഞ്ഞില്ലല്ലോ എന്നൊരു ചിന്തയും മനസ്സിൽ വന്നു. പക്ഷെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ നിർത്തിയത്. വളരെ സന്തോഷമുണ്ട്. ഞാൻ പാലക്കാട്ടുകാരനാണെന്ന് സാറ് പറഞ്ഞില്ല. ഇവിടെ കണ്ണൂർ കഴിഞ്ഞ് വയനാട് കഴിഞ്ഞ് പിന്നെ വിളിച്ചത് ഒരു പാലക്കാട്ടുകാരനെയാണ്. പക്ഷെ വളരെ അഭിമാനത്തോടുകൂടെ പറയുന്നു, ഞാനൊരു പക്ക കോട്ടയംകാരനാണ്. പാലക്കാട് ചെന്ന് കുടിയേറി പാർത്തുവെന്ന് മാത്രമേ ഉള്ളൂ. സാബു സാറുമായിട്ടുള്ള ആ ഇടപഴകലിലാണ് ഇങ്ങനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യം വന്നത്. ഈ ഒരു പ്ലാറ്റ്ഫോമിന് എല്ലാവിധ ആയുരാശംസകളും 2026 നൽകുകയാണ്. ഈ സാബു സാർ എന്നൊരു വ്യക്തിയെ കുറിച്ച് അടുത്തറിയുമ്പോൾ മാത്രമേ വിട്ടുപോകാൻ പറ്റാത്ത അഗാധമായൊരു ബന്ധം അവിടെയുള്ളൂ. എനിക്ക് വിട്ടുപോകാൻ പറ്റുന്നില്ല. മറ്റു വാക്കുകളൊന്നും പറയുന്നില്ല. നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സർ. സാറ് കോട്ടയത്ത് നിന്ന് പാലക്കാടിലേക്ക് പോയത് ഈ വെൽനസ് ട്രയാങ്കിളിന്റെ സൈഡ് വല്ലതും ശരിയാക്കാനാണോ? എന്റെ അപ്പന് മക്കളെ വെൽനസിലേക്ക് കൊണ്ടുവരണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ അങ്ങനെയാണെങ്കിൽ നമുക്കിനി വിജയൻ സാർ, എറണാകുളത്ത് നിന്ന് വിജയരാമൻ സാറിനെ വിളിക്കാം. വിജയരാമൻ സാർ കേൾക്കുന്നില്ലേ? അപ്പോ ഒരു വ്യക്തമായിട്ടുള്ള ലൈനിലാണ് എല്ലാരും വിളിക്കുന്നത്. അപ്പൊ താങ്ക് യു സാർ. ഇപ്പൊ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് സങ്കീർണമായുള്ള അത്യാവശ്യമായ ഒരു കാര്യത്തെ അവതരിപ്പിച്ചു. അപ്പൊ നമ്മള് പലപ്പോഴും ഈ കാര്യങ്ങൾ മറന്നു പോകുന്നതാണ് വിനയായിത്തീരുന്നത്.
സങ്കീർണമായ ഓരോരോ കാര്യങ്ങളിലേക്ക് പോയിട്ട് അതിനാണ് പ്രാധാന്യം എന്നൊക്കെ കരുതിയിട്ട് വളരെ ലളിതമായിട്ട് നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങൾ നമ്മൾ മറന്നു പോകുന്നതിനുള്ള പിഴവുകളെ മാം വളരെ നന്നായിട്ട് ചൂണ്ടിക്കാണിച്ചു. ഈ വെൽനസ് ട്രയാങ്കിളിനെ കുറിച്ചുള്ള ഈ ഇമേജറി ഇത് നമ്മൾ ഈ പുതിയ വർഷത്തിൽ കിട്ടിയ ഈ ക്ലാസ് മനസ്സിൽ സൂക്ഷിച്ചു കഴിഞ്ഞാല് നമുക്ക് അവർക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പലപ്പോഴും ഫിസിക്കൽ വെൽനെസ്സിനെ കുറിച്ച് വളരെയധികം ബോധവാന്മാരാകുമെന്ന് നമ്മള് മറ്റ് രണ്ട് ഭുജങ്ങളും മറക്കുകയാണ് ചെയ്യുന്നത്. ആ ഭുജങ്ങളെ അളക്കാനുള്ള മാനദണ്ഡങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ. നമ്മള് വൈകാരികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനെ കുറിച്ച് അളക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപക്ഷെ അത്രയധികം എളുപ്പത്തിൽ സാധിക്കില്ല. നേരെ വെച്ച് അസുഖം വരും, അതിന് ഡോക്ടറെ കാണും, അങ്ങനെ കേട്ട് ഫിസിക്കൽ, പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസിനെ കുറിച്ചൊക്കെ ബോധവാന്മാരാകും. വളരെ എളുപ്പമാണത്. സാമൂഹ്യമായിട്ടുള്ള വെൽനെസ്സും അത് തന്നെയാണ്, അങ്ങനത്തെ അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇത്തരം ക്ലാസ്സുകളൊക്കെ വഴിയാണ് നമുക്ക് ഇതൊക്കെ ഓർമ്മിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോ ഷിനോജ് മാം തന്ന ഈ ക്ലാസ് വളരെയധികം ഉപകാരപ്രദമാണ്, വളരെ ലളിതമായി അവതരിപ്പിച്ചതിൽ. അതുപോലെ തന്നെ കോഴിക്കോടൻ ഡയലക്ട്, ഞാൻ അവിടെയാണ് ജനിച്ചത്. അപ്പൊ കോഴിക്കോടൻ ഡയലക്ട് കേൾക്കുന്നതിൽ എനിക്കൊരു ഗൃഹാതിരത്വമുണ്ട്. തുടർച്ചയായി കേൾക്കാൻ കഴിഞ്ഞാലും സന്തോഷമുണ്ട്. അപ്പൊ ഒരുപാട് 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 നന്ദി. കോഴിക്കോടൻ ഭാഷ ശരിക്കും ഉപയോഗിച്ചു അല്ലേ എന്നൊരു ചോദ്യം ഇല്ല അല്ലേ? നീട്ടി ശ്രദ്ധിച്ചില്ലായിരുന്നു അല്ലേ? അവരാണ് പ്രഭാഷണം, അതാണ് ഒരു കെയറിങ്. സെറീന ശേഖർ, സെറീന മതി. നമസ്കാരം. സീന മാം എടുത്ത ക്ലാസ് ഉള്ളിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും പുതുവർഷത്തിന്റെ തുടക്കത്തിൽ ഒന്നും കൂടെ ശ്രദ്ധിക്കാമെന്നൊരു ഉണർവ് കിട്ടിയിട്ടുണ്ട് മനസ്സിന്. കാരണം ഫിസിക്കല്, മെന്റല്, സോഷ്യല് അത് പരസ്പരം കണക്റ്റഡ് ആണ്. രാവിലെ ഇപ്പൊ തിരക്കിട്ട് മിക്കവരും എല്ലാവരും തന്നെ ജോലിക്കാരായിരിക്കും. വർക്കിംഗ് വുമൺസ്, പ്രത്യേകിച്ചും ടെൻഷൻസ് ഒക്കെ കൂടുതലുള്ള വുമൺസിനാണെന്ന് തോന്നാറുണ്ട്. തിരക്കിട്ട ജോലിയിൽ അവർ രാവിലെ ഫിസിക്കലി ഒന്നും ശ്രദ്ധിക്കാതെ ആയിരിക്കും ഇറങ്ങണത്. ഞാൻ ഇച്ചിരി ഫിസിക്കലി ശ്രദ്ധിക്കുന്ന ഒരു ആളാണ്. ഒന്നും അല്ലെങ്കിലും മുഖമെങ്കിലും ഒന്ന് മിനുക്കി ഇറങ്ങണം. എത്രയാണെങ്കിലും ഒന്ന് കിച്ചണിൽ നിന്ന് കയറി ജോലിക്ക് പോകാൻ നേരത്ത് ഓടി വന്ന് ആ നമ്മുടെ അപ്പിയറൻസ് ഒന്ന് ശരിയാക്കണം, ഗ്ലോ ആക്കണം എന്നൊരു തോന്നൽ. അത് മേഡം ഇതിന്റെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്കിൻ കെയർ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട്. കാരണം എപ്പോഴും എല്ലാവരും സന്തൂർ മമ്മിയൊക്കെ ആയി ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ട് ഇപ്പോൾ ലേഡീസിനിടയിൽ. പ്രത്യേകിച്ചും ജെൻസ് എപ്പോഴും തന്നെ ജെൻസി ലുക്കിൽ ഇരിക്കുന്നതുകൊണ്ട് അവർക്കത് പ്രശ്നമല്ല. പക്ഷെ സ്ത്രീകൾക്ക് ഒത്തിരി വർക്കും കാര്യങ്ങളും എല്ലാം വരുന്നത് കൊണ്ട് അവർ കുറേയും കൂടെ അതിനകത്ത് ട്രൈ ചെയ്യണം. പിന്നെ വർക്കൗട്ട് ചെയ്യാൻ ലേഡീസിന് ചിലപ്പോൾ സമയം കിട്ടില്ല. രാവിലെ കിച്ചൺ, പകല് ഡ്യൂട്ടി, രാത്രിയും കിച്ചൺ. ഇതൊക്കെ തന്നെയായിരിക്കും മിക്കപ്പോഴും സാധാരണ വർക്കിംഗ് വുമൺസിന് ഉണ്ടാകാറ്. ഞാൻ അത്തരത്തിലൊരാളാണ്. അപ്പൊ ഒന്നും കൂടെ ശ്രദ്ധിക്കണം തോന്നി. പിന്നെ ഫിസിക്കലി നമുക്ക് ഫുഡിന്റെ കാര്യത്തിലൊന്നും ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല ഇറങ്ങിക്കഴിയുമ്പോൾ. ശരിക്കും അത് നേരെ ചെല്ലുന്നത് നമ്മുടെ മാനസികമായ സംഘർഷത്തിലേക്കായിരിക്കും. വിശക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നല്ല ദേഷ്യം വരും. ഞാനൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. അപ്പൊ നമ്മുടെ ഓരോ വിശക്കുമ്പോൾ നമുക്ക് വിശപ്പ് ഒത്തിരി മറച്ചു വെക്കാൻ പറ്റില്ല. ജനങ്ങളെല്ലാവരും നമ്മുടെ അനക്കവും അടക്കവും എല്ലാം ശ്രദ്ധിച്ച് വാച്ച് ചെയ്തായിരിക്കും നിൽക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? അപ്പൊ നമ്മുടെ മുഖം എപ്പോഴും ഗ്ലോ ആയിട്ട് ഇരിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ മെന്റൽ അൺഹെൽത്തി സിറ്റുവേഷനിലോട്ട് കൊണ്ടുപോകാറുണ്ട്. പബ്ലിക്കിനോട് നന്നായിട്ട് സംസാരിക്കണം, മാന്യമായിട്ടും വ്യക്തമായ ഭാഷയിൽ സംസാരിക്കണം. ഞാൻ മെഡിസിൻ എടുത്തു കൊടുത്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനായിരിക്കും. അപ്പോൾ ഈ മാന്യമായിട്ടും വ്യക്തമായിട്ടും കഴിവിന്റെ പരമാവധി മാഡം പറഞ്ഞതുപോലെ ശ്രദ്ധിക്കാൻ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. ഒരു കുറെ നാളായിട്ട് വലിയൊരു പണിയായിരുന്നു അത്. കാരണം പറഞ്ഞാൽ ഗവൺമെന്റ് ആശുപത്രി പറഞ്ഞാൽ മനസ്സിലാകൂലാത്ത അമ്മച്ചിമാരും അപ്പാപ്പന്മാരും ചെവി കേൾക്കാത്തവരും ഒക്കെ. പക്ഷെ മാഡത്തിന്റെ ഈ ഇന്നത്തെ ക്ലാസ് ഒന്നും കൂടെ ഞാനിപ്പോ കുറച്ചായിട്ട് ഞാനപ്പോ ഓർത്തു മാഡത്തിന്റെ ഈ ക്ലാസ് വഴി അതെങ്ങനെ നേരെയാക്കാമെന്ന് വെച്ചപ്പോ മനസ്സിൽ തോന്നിയ ഒരു കാര്യം, നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാമെന്ന്. ഏത് നേരവും നമ്മളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മിലൂടെ മറ്റുള്ളവരെ കാണാൻ പറ്റും.
അതാണ് എനിക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലായത്. താങ്ക് യു സീനാമ. എനിക്ക് അതിനകത്ത് നിന്ന് കിട്ടിയ ഒരു കാര്യം, എന്നെ തന്നെ ഞാനൊന്ന് ശ്രദ്ധിക്കുക, എന്നിലൂടെ ഞാൻ എൻ്റെ കണ്ണിലൂടെ മറ്റുള്ളവരെ കാണുക, ഞാനായിട്ട് മറ്റുള്ളവരെ കാണാനും എനിക്ക് ഒന്നുകൂടെ ഒരു ഉണർത്തുപാട്ടായിരുന്നു മാഡത്തിൻ്റെ ഈ ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. താങ്ക് യു. നല്ല മനോഹരമായ ഷെയറിങ്. സെൽഫ് കെയർ എന്ന് പറഞ്ഞ ഏരിയയിൽ കൂടുതൽ ശ്രദ്ധിക്കാം അല്ലേ? ഓക്കെ, താങ്ക് യു. റോയ് സർ. നമസ്കാരം. നമുക്കൊക്കെ അറിയാവുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതും ആയ കാര്യങ്ങളെല്ലാം ഒരു ട്രയാങ്കിളിനുള്ളിലാക്കി നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വളരെ സിമ്പിളായി അവതരിപ്പിച്ച സീന സിനോജ് മാഡത്തിന് ആദ്യമായി അഭിനന്ദനങ്ങൾ. ഇത് ഓരോന്നും പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇതൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ, പറ്റിയിട്ടുണ്ടോ, ഇനി പറ്റണോ എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഘടകങ്ങളെയൊക്കെ വേർതിരിച്ച് മാഡം പ്രസന്റ് ചെയ്തത്. ഇത് ഈ പീരീഡിലുള്ളതല്ല, കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്ന വിധത്തിൽ വളരെ സിമ്പിളായിട്ടാണ് മാഡം അവതരിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഓരോന്ന് പറയുമ്പോഴും നമുക്ക് തന്നെ ഒന്ന് പരിശോധിക്കാനുള്ള അവസരം വരെയും നമുക്ക് ഉണ്ടാക്കി തന്നത്. ഏതായാലും വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഭംഗിയായി ഒരു വെൽനസ് ട്രയാങ്കിൾ നമുക്ക് പ്രസന്റ് ചെയ്ത മാഡത്തിന് അഭിനന്ദനങ്ങൾ, ആശംസകൾ നേരുന്നു. താങ്ക് യു. ഓക്കെ, എറണാകുളത്ത് നിന്ന് വി പി ജോർജ് സാർ. താങ്ക് യു സർ. സാറേ, ഇന്നത്തെ ക്ലാസ് അതിഗംഭീരം, പറയാതെ വയ്യ. സിനിമ കാണുന്നില്ല എന്ന് തോന്നുന്നു അല്ലേ? എന്തായാലും പ്രത്യേകം അഭിനന്ദനം അറിയിക്കാവുന്ന ഒരു ക്ലാസ്സാണ്. സവിശേഷമായ ഒരു ക്ലാസ് ആയിരുന്നു. ഒരു ക്ലാസിന്റെ പ്രധാന ലക്ഷ്യം ഒരു ട്രാൻസ്ഫോർമേഷൻ. അത് ഇവിടെ ഐ വിറ്റ്നസ് സാക്ഷ്യം, നേർസാക്ഷ്യം കണ്ടില്ലേ? ഇതിനേക്കാൾ വലിയ എന്താ ഇനി വേണ്ടത്? അത് കിട്ടിക്കഴിഞ്ഞു. ഇത്ര ലളിതമായ ഭാഷാശുദ്ധിയുള്ള ആകർഷകമായ ശൈലിയിൽ അടുത്ത കാലത്തൊന്നും ക്ലാസ് കേട്ടിട്ടുള്ളൂ. എന്ത് ശുദ്ധ മലയാള, എത്ര ഭംഗിയായിട്ടാ പറഞ്ഞ്. അത് പറയണ്ട, അത് വളരെ ഹൃദ്യമായിരുന്നു. കണക്ക് പറഞ്ഞ ഒരു അസൂയ തോന്നും പോലെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ മനുഷ്യൻ എന്ത് തോന്നും. നന്നായിരുന്നു. ടേക്ക് അവേസ് ഒത്തിരി ഗുണപ്പെട്ടു. നന്നായി. ഒത്തിരി താങ്ക്സ്. താങ്ക് യു സർ. ശ്രീകുമാരി മാം ഉണ്ടോ? ശശികല, ലക്ഷ്മി, ദീപ മാം, ബീന മാം, ആർക്കെല്ലാം അഡ്മിറ്റ് ചെയ്യാമോ? കുഞ്ഞോയ് മാസ്റ്റർ, ജോസഫ് ജോൺ സാർ ഉണ്ടോ? ദീപ മാം പറയും. മാഡം വളരെ ലളിതമായ അവതരണ ശൈലിയായിരുന്നു. നന്നായി. ട്രയാങ്കിൾ നമ്മുടെ ഫിസിക്കലി, മെന്റലി, സോഷ്യലി നമുക്കിപ്പോൾ കിട്ടുന്നത് ഷാബു സാറിന്റെ ഈ ഒരു പ്രോഗ്രാമിൽ നമുക്ക് എല്ലാ ദിവസവും കിട്ടുന്നുണ്ട്. അത് ഇനിയും കിട്ടട്ടെ. മാഡത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ സർ. താങ്ക് യു. കുഞ്ഞോയ് മാസ്റ്റർ. സാബു സാർ, താങ്ക് യു സാബു സാർ. താങ്ക് യു സീനമ്മ. താങ്ക് യു. നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ശ്രദ്ധിക്കുന്നവരാണ് എല്ലാവരും. അതിന് നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെ ധാരാളം അറിയുന്ന കാര്യങ്ങളുണ്ട്. ഫിസിക്കല്, മെന്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്ത്. ഇത് പുതിയ രീതിയിൽ അവതരിപ്പിച്ച് നമ്മുടെ മനസ്സിനുള്ളിൽ തങ്ങി നിൽക്കുന്ന രീതിയിൽ വളരെ ലളിതമായ ഭാഷയിൽ അതിൻ്റെ പ്രാധാന്യങ്ങൾ അനുസരിച്ചുകൊണ്ട് വിവരിച്ചു തന്നതാണ് ഈ ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ കാണുന്നത്. അത് ട്രയാങ്കിൾ രൂപത്തിൽ അവതരിപ്പിച്ചത് അതൊരിക്കലും മനസ്സിന് മാറി പോകാത്ത രീതിയിലുള്ള ഒരു അവതരണമായിരുന്നു. അതുപോലെ ഇത് മറ്റുള്ള കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്കും മറ്റുള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാനും വിശദീകരിച്ചു കൊടുക്കാനൊക്കെ പറ്റിയ ഒരു രീതി, ഒരു ശൈലി. ഇങ്ങനെയുള്ള ഒരു സെഷൻ അവതരിപ്പിച്ച മാഡന് പ്രത്യേകിച്ച് നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നവവത്സരാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സാർ. ജോസഫ് ജോൺ സാർ, ശ്രീകുമാരി മാം, സ്നേഹലത മാം. സാറേ, ഞാൻ സംസാരിക്കാൻ പറ്റിയ സ്ഥലത്തല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞാൻ ക്ലാസ് ഓൾമോസ്റ്റ് തുടക്കം മുതൽ കേൾക്കുന്നുണ്ടായിരുന്നു. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ കാല് തൊട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നല്ല ക്ലാസ്സാണ്. സിമ്പിളായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ട, നേരത്തെയുള്ള
ഫീഡ്ബാക്കിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഫീഡ്ബാക്കും വളരെ റിസോഴ്സ്ഫുൾ ആയിരുന്നു. എല്ലാവരും വളരെ കോൺട്രിബ്യൂട്ട് ചെയ്ത് സംസാരിച്ചിട്ടുമുണ്ട്. അപ്പം ആകെ ഈ ക്ലാസ് വളരെ സക്സസ് ആയിരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കൺഗ്രാസ് സീന മാം. താങ്ക് യു സാബു സാർ ആൻഡ് ഓൾ. താങ്ക് യു. താങ്ക് യു സാർ. വേറെ ആർക്കെങ്കിലും ശ്രീകുമാരി മാം, സ്നേഹിത മാം, ബീന മാം ആർക്കെങ്കിലും പറയാം, അല്ലെങ്കിൽ നമുക്ക് ശശികല മാം ഓൾസോ, അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. സോ സിനിമ വളരെ മനോഹരം. വീണ്ടും പുതിയ പുതിയ ടോപ്പിക്കുമായിട്ട് വരിക. നമുക്ക് തകർക്കാം. PCTA എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. 2026 വലിയ വലിയ ദൗത്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോയി. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒരു വലിയ റോളുണ്ട്. ആ റോളാണ് നമ്മൾ പ്രസന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ റോളിന്റെ ഭാഗമായിട്ട് പുതിയ പുതിയ ഏരിയകൾ, പുതിയ പഠനങ്ങൾ, മറ്റുള്ളവരെ പഠിപ്പിക്കുക, അല്ലെ? നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിച്ചാൽ സ്വയം പഠിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത. മനോഹർ സാർ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് നിർത്തും. വളരെ സാർ ഒരു സെക്കൻഡ്, സിനയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അഭിമാനമുണ്ട്. എന്താണ് സിനമാം അല്ലെ, നമ്മുടെ വളരെ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു വന്നതിൽ, കേൾക്കുന്നതിലും അത് അനുഭവിച്ചതിലും ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ ഇതുപോലെ, അവർക്കൊരു മടി ഉണ്ടായിരുന്നു ആദ്യം. ഞാൻ പറഞ്ഞതൊന്നും പഠിക്കുന്നു വേണ്ട, നിങ്ങൾ സൂപ്പറാന്ന് ഞങ്ങൾക്ക് അറിയാം. ആ സൂപ്പർ എന്നുള്ള വാക്ക് അന്വർത്ഥമാക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ അവർ അവതരിപ്പിച്ചു വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങളെപ്പറ്റി ഞാൻ അഭിമാനിക്കുന്നു. അപ്പൊ ഇതുപോലെയുള്ള ആളുകൾ ഇനിയും നമ്മുടെ ഇടയിലുണ്ട്. ആളുകൾക്കൊക്കെ നമ്മൾ അവസരം കൊടുക്കണം, അവരെയൊക്കെ വളർത്തണം, അവരെയൊക്കെ വലിയ വലിയ ട്രെയിനർമാരാക്കി മാറ്റണം എന്നുള്ളതാണ് PCTA ദൗത്യം. അത് നമ്മൾ ഏറ്റെടുക്കും, അല്ലേ സാർ? സാറേ, ഓക്കെ. അപ്പോ ഏതായാലും ഇങ്ങനെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഞാൻ ഒന്നും കൂടെ പറയാണ്, എല്ലാവർക്കും എൻ്റെ സ്നേഹം, നന്ദി അറിയിക്കുന്നു. ഇത്രയും നല്ലൊരു ടീമിന്റെ ഭാഗമാവാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. ഈ പുതുവത്സരത്തിൽ എനിക്ക് അത് ലഭിച്ചത് തന്നെ വളരെ ഭാഗ്യമായി കരുതുന്നു. തുടർന്നും എല്ലാവിധ സഹകരണങ്ങളും എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു, അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. അപ്പൊ താങ്ക് യു വെരി മച്ച്. സീ യു. അടുത്ത ഞായറാഴ്ച 4:30 വീണ്ടും അടുത്ത തിങ്കളാഴ്ചയും നമുക്ക് ഇതുപോലെ ടോപ്പിക്കുകൾ കേൾക്കാം. അതല്ലാതെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ ദിവസവും 7 മണിക്ക് പ്രോഗ്രാം ഇവിടെ ഉണ്ട്. പല പല വിഷയങ്ങളായിരിക്കും. നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ സീ യു ആൻഡ് ഗുഡ് നൈറ്റ്.